വിശ്വ വിശ്വ വിശ്വ, നമ്മള് വീട്ടിലേക്കുള്ള വഴിയൊക്കെ കടന്നുപോയി. സോറി ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് ഇവിടെ എടുത്ത് പോകാം. ശരി. വിശ്വ, എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നു. വല്ല ടീ ഷോപ്പിൽ നിർത്താവോ? ഈ സമയത്ത് ഇവിടെ ചായ കിട്ടുക? എന്താ വിശ്വ, പ്ലീസ്. ശരി. ചായ പിടിക്ക്. എനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ചോ. ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു തന്നെ നിന്റെ കൂടെ ചായ കുടിക്കാൻ വേണ്ടിട്ടാ. എത്ര തവണ പറയണം വിശ്വ, ഇത് പിടിക്ക്. ഇതെന്തുവാ? സാറിന് ചായ കുടിക്കുന്നതിന്റെ കൂടെ സിഗരറ്റ് വലിയൊരു ശീലമുണ്ടല്ലോ. Feeling relaxed? Thank you. ഇനി പറ, ദിവസം എത്ര സിഗരറ്റാ വലിക്കാറ്? എത്ര എണ്ണം ആണെന്ന് കൗണ്ടൊന്നുമില്ല. എനിക്ക് എപ്പോഴൊക്കെ തോന്നും അപ്പോഴൊക്കെ ഞാൻ വലിക്കും. അതന്നെ. ഇതുപോലെ എത്ര തവണ തോന്നാറുണ്ട്? 1 2 3 4 5 6. ഇത് നല്ലതിനല്ല വിശ്വ. ഉടനെ നിർത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. എനിക്ക് വയസ്സായി, ഇനി ഒരു 60 വയസ്സായാൽ പോലും എന്നെ നോക്കാൻ നീ ജീവനോടെ ഉണ്ടാവണ്ടേ? ജീവനോടെ ഉണ്ടാവണ്ടേന്ന്. ഒരു കാര്യം മാത്രം ഓർത്ത് വെക്ക വിശ്വ, നിനക്കെന്തെങ്കിലും പറ്റിയാ എന്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് തന്നെ അറിയില്ല. നിന്റെ കൂടെ ലൈഫ് ലോങ് ജീവിക്കണമെന്നാണ് ആഗ്രഹം. സോ പ്ലീസ്, നീ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്ക്. നിന്റെ ജീവിതം മാത്രമല്ല, എന്റെ ജീവിതവും നിന്റെ കയ്യിലാ ഉള്ളത്. അയ്യോ, നിന്നോട് ഉടനെ നിർത്താൻ പറഞ്ഞില്ലല്ലോ. അതിന് സമയമെടുക്കില്ലേ? ഓരോന്നിനും അതിൻ്റെതായ രീതിയുള്ളേ. ട്രൈ ചെയ്യ. ഗുഡ് ബോയ്. ഇനി ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ടാവാം. എന്നാ വാ. വിശ്വ, എന്തോറ്റി? എന്തേ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ആ സിഗരറ്റ് ഷോപ്പിൽ വെച്ച് ഞാൻ കുറച്ച് ഓവറായല്ലേ? ഇല്ല. പിന്നെ എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്റെ നെഞ്ചിൽ കുറെ നേരമായിട്ട് ഭയങ്കര ഭാരമുണ്ട്. പറഞ്ഞാൽ നിനക്ക് ഫീൽ ആയാലോ എന്ന് ആലോചിക്കുവോ? ചുമ്മാ പറഞ്ഞല്ലേ. ആവശ്യമില്ല, പോ. എന്നാലും നീ അങ്ങനെ പറഞ്ഞല്ലേ? ഞാനെപ്പോഴാ പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു? സോറി എന്റെ സുന്ദരിയല്ലേ. വാ. സോറി. നീ വാ. വിശ്വ, എന്തെങ്കിലും പറയണമെന്നുണ്ടോ?
ഇന്നലെ 111 ഒരു കാര്യം പറഞ്ഞില്ലേ? ഇപ്പോഴെങ്കിലും ഒന്ന് പറ, അതെന്താന്ന്? ഉമ്മ വെച്ച കണക്ക്. ഉമ്മ വെച്ചെന്റെ കണക്കോ? അതെന്താ? നിന്നെ നടക്കാനായിട്ട് എനിക്ക് 111 ഉമ്മ ആവശ്യമുണ്ടായിരുന്നു. അതാ കണക്ക്. ശ്ശേ. ഏ? ഇന്നലെ ലിറിഷിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ നാണം ഒന്നുമില്ലായിരുന്നല്ലോ. ഉമ്മയെ കുറിച്ച് പറയുമ്പോ നാണം വരുന്നുണ്ടോ നിനക്ക്? ഇങ്ങനൊക്കെ പറഞ്ഞ നാണം വരാണ്ടിരിക്കോ? നാണം ഇത് ചെയ്യുമ്പോ ഒന്നും ഇല്ലല്ലോ, പറയുമ്പോ മാത്രമേ ഉള്ളൂ. എന്താ ഒരു നാണം? വിശ്വ, 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 എന്തു പറ്റി? ചായ കുടിക്കും. താങ്ക് യു. ഓൾ ഓക്കെ? നത്തിങ്. ഒരു ചെറിയ ബഗ് ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ഏയ് വേണ്ട, ഐ ആം ഗുഡ്. ഷുവർ? യാ ഷുവർ. ഇന്നലെ രാത്രി പറഞ്ഞത് ഓർമ്മയുണ്ടോ? സ്മോക്കിംഗ് പെട്ടെന്ന് വിടണമെന്നൊന്നും പറയുന്നില്ല, പതുക്കെ വിട്ടാ മതി. കേട്ടല്ലോ? ശരി. നീ വളരെ ലക്കിയാടാ. നീ സ്ട്രെസ്സിലാണെന്ന് മനസ്സിലാക്കി അവൾ നിനക്ക് ചായ കൊണ്ടുവന്നിരിക്കുന്നു. എന്തൊരു കെയറിങ് അവൾക്ക് നിന്നോട്. അതൊക്കെ എൻ്റെ ഭാര്യ. ചുമ്മാ ചായ മുഖത്തൊഴിക്കടിയെന്ന് പറഞ്ഞാൽ മുഖത്ത് തന്നെ ഒഴിക്കും. മുഖത്തൊഴിക്കാൻ പറഞ്ഞാൽ മുഖത്തല്ലേ ഒഴിക്കുള്ളൂ. നിനക്ക് രാജയോഗമാടാ. ഇവൻ ശരിക്കും എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വിശ്വാസ് സിന്ധുവിന്റെ കാര്യത്തില് ഭയങ്കര വിഷമത്തില. ഹേയ്, ഹായ്. എന്തു പറ്റി? എന്താ ആലോചിച്ചോണ്ടിരിക്കുവാണല്ലോ? ഒന്നുമില്ല. ഇന്നലെ സിന്ധു ഓഫീസിലോട്ട് വന്ന് കണ്ടായിരുന്നോ? വന്നിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്ന്? അവളുടെ പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് സെറമണിയാ. സോ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. ഓക്കേ. അതിനാണോ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നേ? അല്ലല്ല. പിന്നെ വിശ്വ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. ഡിസ്റ്റർബ് ആവാതിരിക്കോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിനുള്ളിൽ ലവ് എന്ന് പറഞ്ഞ് അത് വിശ്വസിപ്പിച്ച് പിന്നെ മറക്കാനായിട്ട് പറഞ്ഞ് പിന്നെ കൺമുമ്പി വന്നാ ആരാണെങ്കിലും ഡിസ്റ്റർബ്ഡ് ആവും. സിന്ധു എത്ര വർഷമായിട്ട് ഈ കമ്പനി ജോലി ചെയ്ത്? കമ്പനി സ്റ്റാർട്ട് ആയപ്പോ തൊട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും ബ്രേക്കപ്പ് ആയതിനു ശേഷം അവള് റിസൈൻ ചെയ്തു പോയി. ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫീൽ ആവോ? എന്താ? ഡെസ്റ്റിനി നോക്ക്. ഓഫീസില് അവള് ജോലി ചെയ്ത സ്ഥാനത്ത് ഇപ്പൊ നീ ജോലി ചെയ്യുന്നു. പിന്നെ വിശ്വയുടെ ലൈഫിൽ പോലും അവളുടെ പ്ലേസ് നീ റീപ്ലേസ് ചെയ്തിരിക്കുവോ? എന്നാലും സിന്ധുവിന്റെ മെമ്മറീസ് വിശ്വയുടെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവൻ ഇങ്ങനെ ഇരിക്കുന്നെ. പതുക്കെ എല്ലാം സെറ്റാവും. ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ശരിയാവേണ്ടതാ. സിന്ധു ലവ് എന്ന് പറഞ്ഞ് വിശ്വയുടെ ലൈഫ് മൊത്തം ഡിസ്റ്റർബ് ചെയ്തിട്ടാ പോയേക്കുന്നെ. അവള് വിശ്വയുടെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. കുറച്ചെങ്കിലും വിശ്വ ഹാപ്പി ആയിരുന്നേനെ. We never know. എന്താ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, വി നെവർ നോ സിന്ധുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോന്ന്. ഒരുപക്ഷെ ഉണ്ടെങ്കിൽ അതെന്തിനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക?
എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലൈഫിൽ ഒരു കാരണമില്ലാണ്ട് ആരും വരാറില്ലെന്ന്. വരുന്നവരാരും നിൽക്കാൻ പറഞ്ഞ് നിർബന്ധിക്കരുത്. വന്ന കാര്യം കഴിഞ്ഞാൽ അവര് പോവുകയും ചെയ്യും. അവര് പോകുമ്പോഴേക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളെല്ലാവരും വിശ്വ വളരെ നല്ലവനാണെന്ന് പറയുന്നില്ലേ? മേ ബി വിശ്വ ഇങ്ങനെ ആവാൻ സിന്ധു ഒരു കാരണമായിരിക്കില്ലേ? എല്ലാവരും സിന്ധുവിനെ വെറുതെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നൊന്ന് നിർത്തിയിട്ട് ട്രൂത്ത് എന്തായാലും ആക്സെപ്റ്റ് ചെയ്യണം. ഇതിന്ന് മൂവ് ഓൺ ആവുന്നതാണ് ബെറ്റർ. ദിവസവും ബ്രേക്കിൽ നിനക്ക് ലെക്ചർ തന്നോണ്ടിരിക്കല്ലേ? ഹേയ് നോ നോ, യു ആർ സോ മെച്ചുവേർഡ്. എന്റെ പെർസ്പെക്റ്റീവ് വരെ ചേഞ്ച് ചെയ്തതിന് താങ്ക് യു. You know what, Sindhura? Sometimes it's not about what you see. It's about how you see it. ട്രൂ. ശരി, എന്നാ വിട്ടാലോ? അല്ലെങ്കിൽ ആ സൈക്കോ സുരേഷിന്റെ വായിന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. അതെ അതെ, ടോർച്ചർ. ഇതാ വാങ്ങിക്കേ സിഗരറ്റ്. അപ്പൊ സിസ്റ്റർ ഓൾറെഡി ട്രീറ്റ്മെന്റ് തുടങ്ങിയെന്ന് തോന്നുന്നല്ലോ. ചായ തണുത്തു പോടാ, കുടിക്ക്. എടാ അത് ചായടാ, പച്ചവെള്ളമൊന്നും അല്ല. ഇതെന്തിനാ ഇത്ര വേഗത്തിൽ കുടിക്കുന്നേ? എടാ നീ ഇപ്പോഴും ആ സിന്ധുവിനെ പറ്റിയാണോ ആലോചിച്ചോണ്ടിരിക്കുന്നേ? എടാ സിന്ധുവിനെ ഓർത്തിട്ടാണോ മൂഡൌട്ടായി ഇരിക്കുന്നേ? അവൾ എന്തിനാടാ വന്നേ? അവളുടെ പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് ആണത്രേ. അത് പറയാൻ വേണ്ടി വന്നതാ. പിന്നെ നിന്നോടെന്തോ സംസാരിക്കണമെന്നും പറഞ്ഞു. സംസാരിക്കണമെന്ന് പറഞ്ഞോ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാടാ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? സമാധാനമായിട്ട് കഴിയുന്ന നിന്റെ ജീവിതത്തിലേക്ക് അവൾ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കണമെന്നാണോ? എന്തിനാടാ തടഞ്ഞത്? ഞാൻ സംസാരിച്ചല്ലോ. നിന്നെ പറ്റി അറിയാവുന്നോണ്ട് അവളോട് പോകാൻ പറഞ്ഞേ. എന്നെക്കൊണ്ടല്ലോ നിനക്കൊന്ന് പറഞ്ഞ മനസ്സിലാക്കടാ. എടാ വിശ്വ, ഇതോടെ 50ാമത്തെ തവണ ഞാൻ നോക്കുന്നത്. ഒരു തവണ പോലും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഇനിയെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? നോക്കിയല്ലോ. ഹായ് സുന്ദരി. നിങ്ങളായിരുന്നോ? വിഷു എന്ന് വിചാരിച്ചോ? വിഷു അവിടെ ഉണ്ടല്ലോ. ഹൗസ് ഗോയിങ് ഓൺ? ഓൾ ഗുഡ്. ഇന്നലെ സിന്ധു വന്നിരുന്നോ? യാ, കണ്ടിരുന്നു. ഇൻവിറ്റേഷൻ തന്നായിരുന്നോ? ഓ, തരാൻ സാധ്യതയില്ല. നീ ആരെന്ന് അറിയത്തില്ലല്ലോ. ഹൗ ഇസ് വിശ്വ? അവിടെ ഉണ്ട്. ഓ, ഹീസ് ഗുഡ്. സുരേഷ്, എനിക്കൊരു കോൾ ജോയിൻ ചെയ്യണം. I'll catch you later. Okay, okay, you carry on. Any issues? I'll come. Okay. വെറുതെ അല്ല ഇവനെ എല്ലാവരും സൈക്കോ സുരേഷ് എന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. വെറുതെ ഇരുന്ന് എന്നെ ഇൻവിറ്റേഷന്റെ പേരും പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചു. അവനൊരു കുഴപ്പവും കാണുന്നില്ല. എന്താടാ ഇനിയും കഴിഞ്ഞില്ലേ? ഏട്ടാ, പുഷ്പയെടുത്ത കാര്യം പറഞ്ഞോ? എന്തിനെ പറ്റി പറയാനാ? വിശ്വ ഇതുവരെ പറഞ്ഞില്ല. മറന്നുപോയി. എന്താ സിസ്റ്റർ?
ഒന്നുമില്ലടാ, ഈ സൺഡേ നീയും പുഷ്പയും ലഞ്ചിന് വരാൻ പറഞ്ഞു. നീ മറക്കൂടാ, എങ്ങനെ മറക്കാതിരിക്കാനാ? ഇപ്പൊ ഓർമ്മക്കുറവ് നിനക്ക് കൂടുതലല്ലേ? ഞങ്ങൾ ഇന്നലെ സംസാരിച്ചേ. അതെ ഏട്ടാ, ഇന്നലെ ഞാൻ വിളിക്കാൻ പറഞ്ഞേ ഉള്ളൂ. പുഷ്പയുടെ നമ്പർ തരുമോ? ഞാൻ തന്നെ വിളിക്കാം. കുഴപ്പമില്ല സിസ്റ്ററെ, ഞാൻ തന്നെ പറഞ്ഞോളാം. ഉറപ്പാണോ? ഷുവർ. പിന്നെ ഒന്നും വിചാരിക്കില്ലല്ലോ? ഒരു ദിവസം പാചകം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് അവള് നല്ല ഹാപ്പി ആവും. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വിചാരിക്കുക, അല്ലേ വിശ്വ? ഈസ് എ വിശ്വ പ്രോബ്ലം, യു നോ. എന്ത്? ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രോബ്ലം എന്നാ പറയുന്നത്. ഓഹോ. ഏട്ടാ, നിങ്ങൾക്ക് നോൺ വെജ് ഓക്കെ അല്ലേ? എന്തായാലും ഞാൻ കഴിക്കും സിസ്റ്ററെ. എന്റെ പുഷ്പ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കിയാൽ മതി. അയ്യോ, ഞാൻ അത്രയ്ക്ക് നല്ല കുക്കൊന്നും അല്ല കേട്ടോ. കുറച്ചൊക്കെ വിശ്വ പഠിപ്പിച്ചതാ, ബാക്കിയൊക്കെ അമ്മ ഉണ്ടാക്കുന്ന കണ്ട് പഠിച്ചെടുത്തു. എന്തേലും എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. എന്റെ വയറിന് അതൊക്കെ ശീലമായതാ. ഇവിടെ എല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നമ്മ. അമ്മേ, എന്തിനാ പറഞ്ഞെന്നെ വീണ്ടും വീണ്ടും പറയുന്നേ? ശരി, അച്ഛൻ ചെക്കപ്പിന് പോയിട്ട് വന്നോ? അമ്മ ഒരു മിനിറ്റ്. വിശ്വ, 2 minutes. ഫ്രൈ ഇപ്പൊ ആവും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാനപ്പോ അത് കട്ടിയിട്ടെ. ശരി, ഓക്കെ. ഒന്ന് നിർത്തമ്മേ. മാമന്റെ വീട്ടുകാരെങ്ങനെയാന്ന് അറിഞ്ഞിട്ടും അമ്മ ഇത് തന്നെയാ പറയാ. എന്നിട്ട് അമ്മ എന്നെ ഹേർട്ടാവും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അമ്മ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഇതിൽ തെറ്റ് അമ്മയുടെ ഭാഗത്താ. അല്ല, ഇതിൽ അച്ഛൻ എന്ത് പറയാനിരിക്കുന്നു? വിശ്വ, ഒന്നുമില്ല. എന്തൊരു ചോരയാ പോകുന്നത്, എന്നിട്ട് ഒന്നുമില്ലെന്നോ? ഒന്നുമില്ലെന്ന്. നല്ലോണം മുറിഞ്ഞിട്ടുണ്ട്, നോക്കി ചെയ്യായിരുന്നല്ലേ? നീ ഇപ്പൊ എന്തിനാ കിച്ചണിലേക്ക് വന്നത്? ഞാൻ തന്നെ ചെയ്യുന്നല്ലേ നിന്നോട് പറഞ്ഞേ. സുന്ദരി, ഒന്നും ആയില്ലെന്ന്. എന്തോരം ചോരയാ പോകുന്നേ നോക്ക്. അമ്മയോട് ഞാൻ പിന്നെ സംസാരിച്ചാ മതിയായിരുന്നു. തെറ്റ് എന്റെ ഭാഗത്താ, ആവശ്യമില്ലാണ്ട് നിന്നെ അത് ഏൽപ്പിച്ചു. ചോര നിക്കുന്നില്ലല്ലോ വിശ്വ. ഹോസ്പിറ്റലിലേക്ക് പോയാലോ? സുന്ദരി, calm down. നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കരുതായിരുന്നു. ചോര പോകുന്ന നിക്കുന്നില്ല. ത്രിപുര സുന്ദരി, മതി. ഇതൊരു ചെറിയ മുറിവല്ലേ? നിന്നോടത് മുറിക്കാൻ പറയാൻ പാടില്ലായിരുന്നു. കണ്ടില്ല, ചോര നിക്കുന്നില്ല. എനിക്കൊന്നും ആയില്ല. ഇതിപ്പോ സ്റ്റോപ്പ് ആവും, നോക്കൂ. വിട്. കണ്ടില്ലേ, സ്റ്റോപ്പായി. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഈ ചെറിയ കാര്യത്തിനൊക്കെ പോയി ആരും കരയൂ. സോറി വിശ്വ. ഇത്രയും നാള് നീ ഒരു യക്ഷിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത്? രക്തം കുടിക്കുന്ന യക്ഷികളല്ലേ? പോ വിശ്വ, നിനക്കെല്ലാം തമാശയാ. മൈ ലിറ്റിൽ വാമ്പയർ, വിശക്കുന്നു. 2 മിനിറ്റ്, ഇപ്പൊ റെഡിയാവും. അയ്യോ, ഒന്നും ആയില്ല. ഞാൻ ഞാൻ തന്നെ ചെയ്തോളാം, പോ.